So, dear students, next topic effective organizing and culture responsive organizations, global and entrepreneurial organizing. Okay, so നമ്മൾ ഇതുവരെ സിലബസിൽ we have already gone through staffing and related HRD functions, empowerment and staff, okay, delegation, decentralization, and now moving on to the next is effective organizing, culture responsive organizations, global and entrepreneurial organizing. Okay. So first one is effective organizing. So what is effective organizing? We have already learned organizing എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എഫക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? യു ആർ മേക്കിംഗ് ഇറ്റ് മോർ എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? So as an organization, what must be done in order to make the organizing more effective? So അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് is, so what is effective organizing? Means what? Developing a definite structure of roles to achieve efficient organizational performance. സോ നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു അല്ലേ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആ പ്രോപ്പർ ഹൈറാർക്കിയിൽ പ്രിപ്പയർ ചെയ്തിട്ട്, ഓക്കെ, ഒരു ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, ലെവൽസും പൊസിഷൻസൊക്കെ. സോ അതുപോലെ തന്നെ ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ, അതായത് ഓരോരുത്തരുടെ ആ ജോബ് റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ തന്നെ വാട്ട് ദേ ക്യാൻ achieve that efficient, okay, organization job performance achieve ചെയ്യാൻ പറ്റും. സോ making that organization structure clear to the employees and to the organization in general. Okay, അതാണ് ഫസ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ അത് ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം. സെക്കൻഡ് വൺ ഇസ് എഫക്റ്റീവ് പ്ലാനിങ്. സോ വി ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ മൊഡ്യൂൾ 3 പ്ലാനിങ് എന്താണെന്നായിരുന്നു. സോ അതിൽ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, സോ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്താൽ എന്തൊക്കെയാണ്? സോ ദേ ക്യാൻ അവോയ്ഡ് മിസ്റ്റേക്സ് ബൈ ഐഡൻറ്റിഫൈങ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് ആൻഡ് ഡെവലപ്പിംഗ് റിക്വയർഡ് ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് സിനേരിയോസ് ഒക്കെ നോക്കിയിട്ട് വാട്ട് വി ഹാവ് ടു മേക്ക് എൻ എഫക്റ്റീവ് പ്ലാനിങ്. ഓക്കെ, സോ ഫ്യൂച്ചറിലെ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ടെക്നിക്കൽ നീഡ്സ് അതുപോലെ തന്നെ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്പിംഗ് ദ ലൈൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. And next is identifying outdated ways of doing things and keep organization innovative. So third point എന്ന് വെച്ചാൽ കീപ്പിംഗ് ഓർഗനൈസേഷൻ ഇന്നോവേറ്റീവ്. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേസ് ഒക്കെ, മെത്തേഡ്സ് ഒക്കെ, ഓക്കെ, സോ ഏത് പ്രൊസീജിയറാണ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്നത്, മേക്ക് ഇറ്റ് മോർ ഇന്നോവേറ്റീവ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തേർഡ് വൺ. സോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേസ് അല്ലെങ്കിൽ മെത്തേഡ്സോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഇറ്റ് വിത്ത് സംതിങ് മോർ ഇന്നോവേറ്റീവ്. Then next is flexibility and adaptability to changes in environment by reorganizing. Okay, so നമ്മൾ ഓൾറെഡി ഒരു ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇഫ് ദാറ്റ് നീഡ്സ് എനി ടൈപ്പ് ഓഫ് റീഓർഗനൈസിങ്, ഡു ദാറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളോ എല്ലാം വന്നു കഴിഞ്ഞാൽ, സോ ഈ അൺപ്രഡിക്റ്റബിലിറ്റി ഒന്ന് ടാക്കിൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് ഇറ്റ് മോർ ഫ്ലെക്സിബിൾ. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വി ഷുഡ് ഓൾസോ അഡാപ്റ്റ് ടു ദാറ്റ് ചേഞ്ചിങ് കണ്ടീഷൻ. ഓക്കെ, ഓർഗനൈസേഷനും അതുപോലെ ചേഞ്ചിങ് കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓർഗനൈസേഷൻ ചാർട്ട്സ് ആൻഡ് പൊസിഷൻ ഡിസ്ക്രിപ്ഷൻ ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ്. സോ അത് ആദ്യം നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചറൽ റോൾസ് ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് വാട്ട് ദർ വോണ്ട് ബി എനി കോൺഫ്ലിക്ട്സ്. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഉണ്ടാകത്തില്ല. അതായത് ആർക്കാണ് അതോറിറ്റി, അങ്ങനെ ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ കോൺഫ്ലിക്ട്സ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. ആൻഡ് ഫൈനലി ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടു ഇംപ്രൂവ് ദ മൊറേൽ ഓഫ് എംപ്ലോയീസ്. സോ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു. ഓക്കെ, സോ വാട്ട് ഇസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? നമ്മളുടെ ഫോർമൽ ഓർഗനൈസേഷനിൽ അഡീഷണൽ ആയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷനിൽ വിതിനായിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒന്ന് കുറച്ചും കൂടി ഇൻഫോർമൽ ആയിരിക്കും. ദറ്റ് ഈസ് അവർക്കൊരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് അവിടെ പോസിബിൾ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, സോ ത്രൂ ദിസ് സോഷ്യൽ ഇൻട്രാക്ഷൻ അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സും അതുപോലെ തന്നെ അവരുടെ ഒരു സെൻസ് ഓഫ് ടുഗെദർനെസ് അവിടെ ഇംപ്രൂവ് ആകും. ഓക്കെ, സോ അവർക്കൊരു എഫക്റ്റീവ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദേ വിൽ ബി എൻഗേജ്ഡ് ഇൻ മോർ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് അവരുടെ മൊറേൽ, ഓക്കെ, എംപ്ലോയി മൊറേൽ ഇംപ്രൂവ് ചെയ്യും. ദാറ്റ് ഈസ് അവർക്കൊരു സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത്, ഓക്കെ, ദേ വിൽ ഹാവ് മോർ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ. സോ അങ്ങനെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ അത് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ,
So this is the effective. So ഇതാണ് effective organizing. So organization structure, effective planning ഉണ്ടായിരിക്കണം, innovation, okay, then flexibility and adaptability, and organization charts, informal organizations. So ഈ 6 കാര്യങ്ങളും കൂടെ വരുമ്പോഴാണ് the organizing will be more effective. Okay. സോ പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഓർഗനൈസേഷൻ. സോ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഇത് നമ്മൾ നേരത്തെ ഓർഗനൈസിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ. സോ പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യലൈസേഷൻ. സോ സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, ഓരോരുത്തരും ഓരോ വി ഹാവ് ടു, ദറ്റ് ഈസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റൈറ്റ് പീപ്പിളിനെ റൈറ്റ് ജോബിലേക്ക് അസൈൻ ചെയ്യുക. ഓക്കെ, സോ വി ഹാവ് ടു ഡിവൈഡ് ദി വർക്ക് ഓൺ ദി ബേസിസ് ഓഫ് സ്പെഷ്യലൈസേഷൻ. സോ ഡിവിഷൻ ഓഫ് വർക്ക് ഓൺ, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ഓരോ ഫീൽഡ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അനുസരിച്ച് we have to divide the work and we have to assign the work to the right person. Okay. Next is principle of functional definition. So functional definition എന്ന് വെച്ചാൽ എന്താ? ആ ഓരോ ജോബ് ഫംഗ്ഷൻ, ഓക്കെ, അവരുടെ ജോബ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്, അത് മാനേജേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ആണെങ്കിലും സബോർഡിനേറ്റ്സ് ആണെങ്കിലും മേക്ക് ഇറ്റ് ക്ലിയർ ടു ദം. സോ ക്ലാരിറ്റി ഓഫ് ഫങ്ഷണൽ ഡെഫിനിഷൻ. ഓക്കെ. ദ നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് സ്കെയിലാർ ചെയിൻ. സോ സ്കെയിലാർ ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചെയിൻ ഓഫ് കമാൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ അതായത് അതോറിറ്റി എപ്പോഴും ഒരു ടോപ്പിൽ നിന്ന് ഒരു ലോവർ ലെവലിലേക്കായിരിക്കും അതോറിറ്റി ഫ്ലോ. ആ ഒരു ഹൈറാർക്കി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഓക്കെ, സോ അതോറിറ്റി ഫ്ലോ ഷുഡ് ബി ഫ്രം ടോപ്പ് ടു ബോട്ടം. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്കെയിലാർ ചെയിൻ. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ചാൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, ദറ്റ് ഈസ് നമ്മളൊരു അസൈൻ ചെയ്യുകയാണ് അതോറിറ്റി, അതായത് സബോർഡിനേറ്റ്സിന് ഒരു സുപ്പീരിയർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു അതോറിറ്റിയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Then principle of unity of command. Okay, so unity of command should be there. അതായത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ. ഓക്കെ, സോ ഹി ഹാവ് ടു ഫോളോ ദാറ്റ് സുപ്പീരിയർ. ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസ് ഒക്കെ ആരാണ്? ആ ഒരു സിംഗിൾ സുപ്പീരിയറിൽ നിന്നായിരിക്കണം. അല്ലാതെ മോർ ദാൻ 2 സുപ്പീരിയേഴ്സ് ഒക്കെ ഉള്ള കേസിൽ എന്ത് പറ്റും? ദർ വിൽ ബി കൺഫ്യൂഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ. സോ നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താ? ഹൗ മെനി, അതായത് ഒരു മാനേജറിൻ്റെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യും. ഓക്കെ, സോ അത് വൈഡ് ആകാം അല്ലെങ്കിൽ നാരോ സ്പാൻ കൺട്രോൾ ആകാം. അഗെയിൻ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ദ ഡിഗ്രി ടു വിച്ച് ദ അതോറിറ്റി ഈസ് ഷെയർഡ്. ഓക്കെ, അതോറിറ്റി ഷെയർ ചെയ്യുന്ന ആ ഡിഗ്രിയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഇത്രയും. ഓക്കെ. Now next is organization culture. So what is culture? It is what a community shares in common. So organization culture എന്ന് പറഞ്ഞാൽ what the organization shares in common. Okay, so it is a general pattern of behavior, shared beliefs and values that the organization members have in common. And it involves learning and transmitting of knowledge, beliefs, patterns of behavior over a period of time. Okay, അപ്പോൾ എന്തൊക്കെയാണ് അവർ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ബിലീഫ്സ് ആകാം, ദറ്റ് ക്യാൻ ബി ദെയർ ഐഡിയോളജീസ്, വാല്യൂസ്, എക്സെട്ര. Okay, and it is fairly stable and does not change fast, and many company slogans show for what they stand for. ഇപ്പോൾ കമ്പനി സ്ലോഗൻസ് ഒക്കെ, അപ്പോൾ ഓരോ കമ്പനി സ്ലോഗൻസും എന്താണ്? അവരെന്താണ്, അവരുടെ ഒരു കൾച്ചറാണ് ആ കമ്പനി സ്ലോഗൻസിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇപ്പം നൈക്കാണെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്, അല്ലെങ്കിൽ ആപ്പിൾ തിങ്ക് ഡിഫറെൻറ്റ്. ഓക്കെ, സോ അതൊക്കെ എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ദേ ആർ ട്രൈങ് ടു കൺവേ സംതിങ് ടു ദ വേൾഡ് ആസ് വെൽ ആസ് ടു ദി എംപ്ലോയീസ് വിതിൻ ദെയർ ഓർഗനൈസേഷൻ. സോ ദേ ആർ ഗിവിങ് എ മോട്ടിവേഷൻ. തിങ്ക് ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനോട് ദേ ആർ മോട്ടിവേറ്റിംഗ് ഓർ എൻകറേജിങ് ദം ടു തിങ്ക് ഡിഫറെൻ്റ്ലി ഓർ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ്. ഓക്കെ, അതുപോലെ തന്നെ ദേ ആർ റിഫ്ലക്റ്റിംഗ് ദെയർ കൾച്ചർ ടു ദി വേൾഡ്. സോ അങ്ങനെയാണ്, അതാണ് ആ കമ്പനി സ്ലോഗൻസ് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അഗെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചർ എന്ന് വെച്ചാൽ, ഇഫ് വി ആർ ന്യൂ ടു എൻ ഓർഗനൈസേഷൻ, ഹൗ ഡു വി പെർസീവ് ദെയർ കൾച്ചർ. ഓക്കെ, സോ അവരുടെ കൾച്ചർ നമ്മൾ പെർസീവ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദീസ് 10 ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടായിരിക്കും. സോ ഫസ്റ്റ് ഇസ് റിസ്ക് ടോളറൻസ്. റിസ്ക് ടോളറൻസ് എന്ന് വെച്ചാൽ ഹൗ ദ കമ്പനി എൻകറേജസ് ഇറ്റ്സ് എംപ്ലോയീസ് ടു ടേക്ക് റിസ്ക്. ഓക്കെ, എത്രത്തോളം റിസ്ക് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, നമ്മൾ റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ എത്രത്തോളം ഒരു കമ്പനി എൻകറേജ് ചെയ്യുന്നുണ്ട്, ഇഫ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഓർ നോട്ട്. ദറ്റ് ഈസ് വൺ ഓഫ് ദ കൾച്ചർ. Next is direction. So direction means direction of control as well as direction of flow of information. So that will be always from the top to bottom.
Next is unit integration. So unit integration means how well coordinated the organization is. Okay, so എത്രത്തോളം കോർഡിനേഷൻ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് കാണും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. സോ ഹൗ വെൽ കോർഡിനേറ്റഡ് ഈസ് ഓൾ ദോസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ. സോ ദറ്റ് ഈസ് യൂണിറ്റ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, സോ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായാൽ മാത്രമേ വി ക്യാൻ അറ്റൈൻ ദർ ഓർഗനൈസേഷണൽ ഗോൾസ്. നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് കോൺട്രാക്ട്. സോ മാനേജ്മെൻറ്റ് കോൺട്രാക്ട് മീൻസ് how supportive is the management to its subordinates അല്ലെങ്കിൽ എംപ്ലോയീസ്. സോ ആ ഒരു സപ്പോർട്ടാണ് മാനേജ്മെൻറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഐഡൻറ്റിറ്റി. സോ ഐഡൻറ്റിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ വെരി സോൾ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷണൽ ഐഡൻറ്റിറ്റി, ഹൗ ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഔട്ട്സൈഡ് വേൾഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ത്രൂ ദെയർ കൾച്ചർ. ഓക്കെ, ഓർ വാട്ട് ദേ ആർ സെർവിങ് ടു ദ സൊസൈറ്റി. Next is control. So control means what are their limitations or restrictions they impose within that organization. So that can be their rules, regulations, norms, etc. Then reward system. So reward system kuda endana company encourage cheyyunnathu. So that organization is encouraging more better performances. Okay, ഇപ്പോൾ ഒരു ആനുവൽ മീറ്റിംഗ് ടൈമിലൊക്കെ അവരുടെ ബെസ്റ്റ് പെർഫോമിംഗ് എംപ്ലോയി അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡ്സ് കൊടുക്കും. സോ വൈ ദേ ആർ ഡൂയിങ് സോ? സോ ദേ ആർ എൻകറേജിങ് ഓർ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ടു ബി മോർ പ്രൊഡക്റ്റീവ്, ടു പെർഫോം വെൽ. ഓക്കെ, അവിടെ ഒരു കോമ്പറ്റീഷൻ പോലെ നടത്തുന്നതെന്ന് വെച്ചാൽ ദേ ആർ എൻകറേജിങ് ബിക്കോസ് ദേ ആർ ഷോയിങ് ടു ദെയർ എംപ്ലോയീസ് ദാറ്റ് ദേ വാല്യൂ ദ പെർഫോമൻസ്. ഒരു പെർഫോമൻസിന് കൊടുക്കുന്ന വാല്യൂ ആണ് റിവാർഡ് സിസ്റ്റത്തിൽ കൂടെ കാണിക്കുന്നത്. Next is conflict tolerance. So conflict tolerance is how they are encouraging their employees to openly criticize or openly show their conflicts. Okay, എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചില സമയത്ത് we cannot communicate to them. So അങ്ങനെ ഓപ്പൺ ക്രിറ്റിസിസംസ് ഒക്കെ ഓക്കെ അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ടു വാട്ട് ഡിഗ്രി ദേ ക്യാൻ ഡൂ ദാറ്റ്. സോ ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ടോളറൻസ്. Next is communication pattern. So that is their communication flow and or the communication restrictions, okay, or gap that that is between that management and the employees. So that is communication pattern. So what they are following that will reflect on their culture as well. Next individual initiative. So individual initiative എന്ന് പറയുമ്പോഴത്തേക്ക് the space or the freedom that an individual gets in that organization. Okay, so that is individual initiative. So ഈ ഒരു 10 characteristicsൽ കൂടിയാണ് we are perceiving the culture of an organization. Clear? Now next is types of organization culture. So there are different types: subculture, dominant culture, strong culture, weak culture, authoritarian culture, participative culture, normative culture, academic culture, pragmatic, and fortress. So we will see each of them in detail. Okay. So first is subculture. Okay, so what is subculture? Subculture എന്ന് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷനിലെ മൈനോറിറ്റീസ് കാണും, റൈറ്റ്? സോ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ, നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദ കൾച്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏറ്റവും മൈനർ ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെയാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അതപ്പോൾ ഓർഗനൈസേഷൻ്റെ കൾച്ചർ ആയിരിക്കില്ല, ബട്ട് ദ കൾച്ചർ ദറ്റ് ഈസ് ഫോംഡ് ബൈ ഗ്രൂപ്പ് ഓഫ് മൈനോറിറ്റീസ് വിതിൻ ദാറ്റ് organization. So that set of values shared by minority of the organization members, they are formed to help the members of that particular group. Okay, so minority group ne help cheyanayittu oru culture aanu sub culture. Next is dominant culture. So dominant ennu vecha what, okay, ഏറ്റവും prevailing ചെയ്യുന്ന, അതായത് മെജോറിറ്റിയിൽ prevail ചെയ്യുന്ന culture ആണ് dominant culture. Next is strong culture. So strong culture means how much their values are being accepted. അതായത് എംപ്ലോയീസ് എത്രത്തോളം അതിന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ if the complete employees within that organization is accepting that particular culture, then that is strong culture. Okay, if they are not accepting and following it, then that is a weak culture. Okay. Next is authoritarian culture. So authoritarian culture means what? ഒരു ഫുൾ കൺട്രോൾ, ഓക്കെ, ഒരു ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു culture, that is authoritarian culture. So that is the top level will have a full control over its subordinates. Next is participative culture. So this is the culture where the top level like managers, they are motivating the subordinates to take part in decision making. Okay, avaru participate cheyikka. So that is
അവരെ ഒരു അപ്ബ്രിങ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് കൾച്ചർ എന്ന് പറയുന്നത്. നോമേറ്റീവ് കൾച്ചർ മീൻസ് വാട്ട്? അത് ഓർഗനൈസേഷൻ പോളിസീസ് ഒക്കെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചറിനെയാണ് നോമേറ്റീവ് കൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അക്കാഡമിക് കൾച്ചർ. സോ ബേസ്ഡ് അക്കാഡമിക് കൾച്ചർ മീൻസ് the organization will hire only skilled, okay, so they will hire only skilled individuals, no matter from where they are coming, what they are doing, all they want is technical personals. Okay, then pragmatic culture means their customer satisfaction, so they treat customers as their god. So pragmatic culture, their prime concern will be customers. Okay, then comes the fortress culture. So fortress culture എന്ന് വെച്ചാൽ the employees within that organization will feel insecure about their job. ഒരു ജോബ് സെക്യൂരിറ്റീസ് കൊടുക്കാൻ പറ്റാത്ത ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സോ സച്ച് എ കൾച്ചർ ഇസ് ഫോർട്രസ് കൾച്ചർ. ഓക്കെ, സോ ദേ ക്യാൻ ലോസ് ദെയർ ജോബ്സ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. സോ അതിനെയാണ് ഫോർട്രസ് കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് സോഴ്സസ് ഓഫ് കൾച്ചർ. ഓക്കെ, സോഴ്സസ് ഓഫ് കൾച്ചർ. സോ കൾച്ചറിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ്? സോ മെയിൻലി 4 സോഴ്സാണുള്ളത്: റിച്വൽസ്, ലാംഗ്വേജ്, മെറ്റീരിയൽ, സിമ്പിൾ, സ്റ്റോറീസ്. ഓക്കെ, സോ അവർ ആ കൾച്ചർ ബിൽഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോ ഫസ്റ്റ് വൺ റിച്വൽസ്. റിച്വൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു പെർട്ടിക്കുലർ കൾച്ചർ ഫോളോ ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതുപോലെ ആയിരിക്കും. ഓക്കെ, സോ അവരുടെ ഡെയിലി റിച്വൽസ് എന്താണ്? ഡെയിലി ആ ഒരു സീക്വൻസ് ഓഫ് വർക്ക് ദാറ്റ് ഇവൻച്വലി ബിൽഡ് അപ്പ് ദ കൾച്ചർ ഫോർ ദാറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഡേ ടു ഡേ അവരെങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത്, സോ ദാറ്റ് വിൽ ബി ആ ഒരു ഫോളോയിങ് ട്രെൻഡ് ആയിരിക്കും അവരുടെ കൾച്ചറായിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ സോ റിപ്പിറ്റേറ്റീവ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് എക്സ്പ്രസ് ആൻഡ് റീഇൻഫോഴ്സ് കീ വാല്യൂസ് ഓഫ് ഓർഗനൈസേഷൻ. സോ അവർ ആ ഒരു കൾച്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അതൊരു റിച്വൽ ആകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ദെയർ കൾച്ചർ ഇസ് ബിൽഡിങ് അപ്പ്. ദെൻ ആനുവൽ റിവാർഡ് മീറ്റിംഗ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനുവൽ റിവാർഡ് മീറ്റിംഗ്സിൽ ഇപ്പോൾ പെർഫോമൻസ് ബെസ്റ്റ് പെർഫോമേഴ്സിനൊക്കെ അവാർഡ് കൊടുക്കാൻ നേരത്ത് സോ the employee will have a sense that they have to perform well. Okay, so company എന്താണ് ആവശ്യപ്പെടുന്നത്? they have to perform well. so ഒരു ഹൈ ലെവൽ ജോബ് പെർഫോമൻസ് ആണ് ഓർഗനൈസേഷൻ വേണ്ടത്. so that they are communicating through this annual award meetings. so that is their rituals. okay, അപ്പോൾ ആ ഒരു റിച്വൽസിൽ കൂടെ the organization is communicating that this is their culture. next is language. so language എന്ന് വെച്ചാൽ it is to identify the members of a culture or subculture. okay, so members accept and preserves the culture by learning the language. so ചില ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചില കൺട്രീസ്, ഓക്കെ, ഫോറിൻ കൺട്രീസ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വി ഷുഡ് ലേൺ ദെയർ ലാംഗ്വേജ്. ഓക്കെ, അവരുടെ ആ ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കാതെ വി കനോട്ട് ഗോ ആൻഡ് വർക്ക് ദെയർ. സോ അങ്ങനെ അതൊരു കൾച്ചറാണ് അല്ലേ. സോ ഇപ്പോൾ ഇന്ത്യയിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലാംഗ്വേജ് പഠിക്കണമെന്ന് മസ്റ്റാക്കി വെക്കുവാണെങ്കിൽ സോ വി ആർ ത്രൂ ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് ട്രൈങ് ടു പ്രിസർവ് അവർ കൾച്ചർ. ഓക്കെ, സോ അതാണ് ലാംഗ്വേജ്. സോ അപ്പോൾ ലാംഗ്വേജസ് അങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ് കൾച്ചറിൻ്റെ സോഴ്സ് ആവുന്നത്. നെക്സ്റ്റ് ഇസ് മെറ്റീരിയൽ സിമ്പിൾ. സോ മെറ്റീരിയൽ സിമ്പിൾ മീൻസ് ദ ഫെസിലിറ്റീസ്. ഓക്കെ, അതായത് മെറ്റീരിയൽ സിമ്പിൾസിൽ കൂടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എംപ്ലോയി നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ കുറേ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഫോറിൻ ട്രിപ്സ് തരും. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഫ്രീഡംസ് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്യൂട്ടോ അങ്ങനെ റൂംസ്, ഓക്കെ, അല്ലെങ്കിൽ ഹോട്ടൽസ് നമുക്ക് അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ തരും. സോ ത്രൂ ദിസ് what they are trying to convey that we employees are important to them. so അതാണ് മെറ്റീരിയൽ സിമ്പിൾ. okay, so they take care of their employees welfare അല്ലെങ്കിൽ take care of the employees well. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ അവിടെ ബിൽഡപ്പ് ചെയ്യണം. സോ ദാറ്റ് ഈസ് മെറ്റീരിയൽ സിമ്പിൾ. ദെൻ സ്റ്റോറീസ് എന്ന് വെച്ചാൽ സോ സക്സസ്ഫുൾ ഓർഗനൈസേഷൻ, അതായത് ഇപ്പം ഒരു ഓർഗനൈസേഷൻ ഇപ്പം എന്തെങ്കിലും മീറ്റിങ്സിലൊക്കെ എന്താണ് ദ സീനിയേഴ്സ് വിൽ ബി പ്രൊമോട്ടിങ് ദെയർ ഓർഗനൈസേഷൻ, റൈറ്റ്. നമ്മളുടെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മളുടെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ട് ഒരു സക്സസ്ഫുൾ സ്റ്റോറീസൊക്കെ പറഞ്ഞ് നമ്മുടെ ഓർഗനൈസേഷനെ ഒരു കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് കൾച്ചർ.